ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇഡ്ഡലിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇഡ്ഡലി എന്ന് വെച്ചാൽ നല്ല അടിപൊളി പഞ്ഞി പോലത്തെ ഇഡ്ഡലി. ഞാൻ ഒന്ന് വിചാരിക്കും ഒരു പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ എടുക്കാം. പക്ഷേങ്കിൽ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഓർമ്മ വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് അരവ് എല്ലാം കഴിഞ്ഞു ചുടാൻ വേണ്ടി പോകുന്നവരാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇത് കഥ പറഞ്ഞുകൊണ്ടും അതുപോലെ ഇതിൻ്റെ എന്നറിയാൻ റെസിപ്പിയും കാര്യങ്ങളെല്ലാം ഞാൻ പറയാം കേട്ടോ. ഇത് നോക്കിയതാ, ഇതിൻ്റെ ഒരു അയവ് എന്ന് വെച്ചാൽ ഈ ഒരു അളവിലായിരിക്കണം. ഇതിപ്പോൾ പൊങ്ങി വന്നതാണ്. അപ്പോൾ ഇഡ്ഡലി ചുടാൻ ആദ്യം തന്നെ വേണ്ടത് 1 കപ്പ് പച്ചരി കുതിർത്തി വെക്കുക. 1 കപ്പ് പച്ചരിക്ക് ഏകദേശം അരക്കപ്പ് ഉഴുന്ന് എന്നുള്ള കണക്കിലാണ് വേണ്ടത്. അപ്പോൾ ഒരു 15 ഇഡ്ഡലി വരെ അതിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം കുറച്ച് കൂടുതലാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. എന്നിട്ട് 1 കപ്പ് പച്ചരി കഴുകി കുതിർത്തി വെക്കുക. അതുപോലെ ഉഴുന്നും അരക്കപ്പ് ഉഴുന്നും 1 സ്പൂൺ ഉലുവയും കൂടി വേറൊരു പാത്രത്തിലും കഴുകിയിട്ട് കുതിർത്തി വെക്കുക. ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം കേട്ടോ. എന്നിട്ട് ഉഴുന്നും ഉലുവയും കൂടി ആദ്യം തന്നെ അരക്കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കുക. അരക്കപ്പ് ഉഴുന്നല്ലേ, അപ്പോൾ അതിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ല മുയിപ്പിൽ കിട്ടുക, നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം പച്ചരിയും 1 കപ്പ് പച്ചരിയല്ലേ നമ്മൾ കുതിർത്തിയത്, അപ്പോൾ അതിൽ അരക്കപ്പ് ചോറും കൂടിയും ചേർത്ത് 3/4 കപ്പ് വെള്ളത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ 1 കപ്പ് പച്ചരിയും അരക്കപ്പ് ചോറും ചേർത്ത് 1.5 കപ്പിൻ്റെ അളവ് വന്നു. അപ്പോൾ അതിൻ്റെ നേരെ പകുതി അളവിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഇഡ്ഡലി ആക്കാൻ പറ്റും. അതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടയില്ല. കുറച്ച് പകുതി ഉപ്പും കൂടിയും ചേർത്ത് നമുക്ക് രാത്രി വെക്കുക. അപ്പോൾ രാത്രി അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് പഞ്ഞി പോലത്തെ ഇഡ്ഡലി ചുടാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഇഡ്ഡലിൻ്റെ ഇത് വെക്കുന്നുണ്ട്, തട്ട് വെക്കുന്ന രീതി. അധികം അങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. പക്ഷേ ഞാൻ ഇപ്പം അടുത്താണ് കേട്ടോ ഇതറിഞ്ഞത്. എൻ്റെത് മേലെയുള്ള ഇഡ്ഡലി മാത്രം പൊങ്ങിരും, ബാക്കിയുള്ളതെല്ലാം ഒരു മുകളിലൊന്ന് അമർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഓൾസ് കണ്ടോ, ഓൾസ് കറക്റ്റ് നേരെ വെക്കാതെ ഇങ്ങനെ തെറ്റിച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഒഴിച്ച് അപ്പോൾ ഇഡ്ഡലിൻ്റെ നേരെ മേലെ ഇഡ്ഡലി വരാത്ത രീതിയിൽ ഓൾസ് വരുന്ന രീതിയിലാണ് ഇതിങ്ങനെ തട്ട് നമ്മൾ ക്രമീകരിച്ച് ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇഡ്ഡലിയും ഒരുപോലെ പൊങ്ങിക്കിട്ടും. ഇതെനിക്ക് ഇപ്പം അടുത്ത് കിട്ടിയൊരു അറിവാണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഇതാക്കി നോക്കുക. പിന്നെ അധികം ഇഡ്ഡലിയെല്ലാം ഡെയിലി ചുടുന്നവർക്ക് ഇതിനെപ്പറ്റി ഡെയിലി അല്ല അധികം ചുടും. ഇവിടെ പിന്നെ അങ്ങനെ ഇഡ്ഡലി അങ്ങനെ അധികം ചുടില്ല. മക്കൾക്ക് ഒരാൾക്ക് ഒന്നിഷ്ടം ഒരാൾക്ക് ഒന്നിഷ്ടം ഈ ഒരു കണക്കിലാണ് പോക്ക്. പക്ഷേ ഈ ഒരു ഇഡ്ഡലി ആക്കിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. മക്കൾക്ക് നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റീമർ അടുപ്പത്ത് വെച്ച് നല്ലോണം ആവി വരുന്ന സമയത്ത് നമുക്ക് ഈ ഇഡ്ഡലി അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞാൻ ഇതിനൊരു ചട്നിയും കൂടി ആക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അതിൽ മുമ്പത്തെ ദിവസം ഉച്ചക്ക് സാമ്പാറായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ കണ്ടൊരു കൊതി തോന്നിയിട്ടാക്കിയതാണ്. ചട്നിക്ക് വേണ്ട സാധനങ്ങൾ 1 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, അതുപോലെ 3 ചെറിയുള്ളി, പിന്നെ കുറച്ച് തേങ്ങയും കൂടിയും ചേർത്ത് നല്ലവണ്ണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഫ്രീസറിൽ വെച്ചതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കട്ടയായിട്ടല്ല, അതൊന്ന് കട്ടൊന്ന് പോട്ടേന്ന് വെച്ചിട്ട് അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം തന്നെ ഇതാ ഇഡ്ഡലിക്ക് നല്ല ആവിയും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാമ്പാർ ഒന്ന് ചൂടാക്കണ്ടേ, നമുക്ക് കഴിക്കണ്ടല്ലേ. എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടം. ഇഡ്ഡലിൻ്റെ കൂടെ കഴിക്കാൻ ചട്നിനേക്കാളും ഇഷ്ടം സാമ്പാറാണ്. അപ്പോൾ മക്കൾക്കെല്ലാം ഇഷ്ടമോ ചട്നി കൂട്ടിയിട്ട് കഴിക്കാൻ. എന്തായാലും ഞാൻ ചിരകിയിട്ട് അവിടെ വെക്കും ഫ്രീസറിൽ. ഒഴിവ് സമയങ്ങളിൽ തേങ്ങ എല്ലാം ചിരകി വെക്കും. അപ്പോൾ പെട്ടെന്ന് ചട്നി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇത് നോക്കിയാൽ ഇഡ്ഡലിയെല്ലാം നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഈ പൊങ്ങി വന്ന ആ ടൈമിന് തന്നെ നമ്മൾ അടുപ്പത്തുനിന്ന് ഒഴിവാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണേ. ഇത് നോക്കി, ഇത് അടിയിലുള്ളതും അതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. ആ സമയം തന്നെ നമുക്ക് തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇത് നോക്കി, തേങ്ങയെല്ലാം നല്ലവണ്ണം പേസ്റ്റ് പരുവത്തിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിയേ, നല്ല രീതിയിൽ തന്നെ. അത് ഞാൻ ഈ ഈ ഫ്രീസറിൽ നിന്ന് എടുത്ത ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിൻ്റെ കട്ടയെല്ലാം ഈ തണുപ്പ് വിട്ടതിന് ശേഷമാണ് അരച്ചെടുത്തത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ കടുക് പൊട്ടിക്കില്ല. അപ്പോൾ ഇതിലേക്ക് തന്നെ കറിവേപ്പിനും വറ്റൽമുളകെല്ലാം ഇട്ടിട്ടാണ് അധികമല്ല എല്ലാവരും ഉണ്ടാക്കല്. ഇപ്പം എൻ്റെ കൈമ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് വെറും കടുകും കറിവേപ്പിലയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. മക്കൾക്ക് മാത്രമല്ലേ, അതുകൊണ്ട് പിന്നെ അങ്ങനെ തട്ടിക്കൂട്ട് ചട്നി പെട്ടെന്നാക്കാൻ പറ്റിയ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കടുക് പൊട്ടി വരുന്നവരെ അതിലേക്ക് നമ്മുടെ ഈ അരവും കൂടി ചട്നിൻ്റെ ഇതിൽ അരവില്ലേ അതും കൂടി ഒഴിച്ച് ജസ്റ്റ് തിള വരുന്നവരെ അപ്പോൾ നമ്മൾ ഓഫാക്കണം. ഫുള്ളായിട്ട് നല്ലവണ്ണം തിളക്കുന്നവരെ കാത്ത് നിൽക്കരുത്. അന്നേരം ഒരു പിരിഞ്ഞു പോയ പോലെ ഉണ്ടാവും. ഓഫാക്കി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ഇപ്പോൾ കറിവേപ്പില ഇടുന്നത്. എന്താ വെച്ചാൽ ഞാൻ
കറിവേപ്പില ഇടാൻ വേണ്ടി സമയമാകുമ്പോഴത്തേക്ക് കടുകെല്ലാം പൊട്ടി പിന്നെ കടുക് കരിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ ഈ അരവ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഥ പറയാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് റെസിപ്പി ഇങ്ങനെ ഫുള്ളായിട്ട് പറഞ്ഞു. അങ്ങനെ ഇതാ നോക്കി ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ നല്ല പന്നി പോലത്തെ ഇഡ്ഡലിയും അതുപോലെ നല്ല ടേസ്റ്റുള്ള ചട്നി ഇവിടെ റെഡിയാണ്. പിന്നെ സാമ്പാർ അത് ഒരു ദിവസം മുന്നേ ഉള്ളത് വേറെ ടേസ്റ്റ്. പിന്നെ ഇതാ ഈ ഇഡ്ഡലി എടുക്കുന്നത് നോക്കിയേ, തീരെ ക്ഷമയില്ലായിരുന്നു, കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് ചൂടോടെ തന്നെ എടുത്തുകൊണ്ടാണ് അരിവെല്ലാം ഒരു ചതറിയ പോലെയായ. അപ്പോൾ അതിൽ നിന്ന് പെർഫെക്റ്റായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഇഡ്ഡലി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു വെള്ളത്തിൽ സ്പൂണോ കത്തിയോ എന്താ ആയിക്കോട്ടെ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പറയുന്നിട്ട് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.